ഉദ്ഘാടനത്തിനൊരുങ്ങി ചമ്മാട് കോഴിക്കോട് റോഡ് ഭാഗത്ത് ഹൈലൈറ്റ് മാൾ ലിഫ്റ്റ് സംവിധാനത്തിലൂടെ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും പൂർത്തീകരിച്ച് പുഴയോരത്ത് നിന്നും ഡ്രോൺ വഴി ആ മനോഹരമായ ഹൈലൈറ്റ് മാളിന്റെ കാഴ്ചയും കണ്ട് നമുക്ക് വീഡിയോ ചമ്മാട്ടങ്ങാടിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാള്, അതായത് ചമ്മാട് നിന്ന് മൂന്നീർ റോഡിന് ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ആ കാർ പാർക്കിംഗ് ഒക്കെ ലിഫ്റ്റ് സൗകര്യത്തോടുള്ള കാർ പാർക്കിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനമാണ് നാളെ. ഡ്രോൺ വീഡിയോയിലൂടെ എല്ലാ ഭാഗവും ഞങ്ങളെ കാണിക്കട്ടോ. ചമ്മാട് മൂന്നൂർ ഭാഗത്തുള്ള റോഡ് അവിടുന്ന് ഹൈലൈറ്റ് മാളിൽ വരെയുള്ള വീഡിയോ രസകരമായി ഒന്ന് കണ്ടോക്കാം. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ചമ്മാടും കോഴിക്കോട് റോഡിന് ഹൈലൈറ്റ് മാൾ ഉദ്ഘാടനം 19-ാം തീയതി എല്ലാ പണികളും പൂർത്തീകരിച്ച് നാളെ തുറന്നു കൊടുക്കുകയാണ്. ചമ്മാട് ടൗണിൽ നിന്നും ഹൈലൈറ്റ് മാള് വരെയുള്ള ഡ്രോൺ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജംഗ്ഷൻ, അതായത് ചമ്മാടിന്റെ ഒത്ത സെൻട്രൽ ഭാഗമായ പരപ്പനങ്ങാടിയിലേക്കും കോഴിക്കോട് റോഡിനെയും അതുപോലെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കാണാം. ഇവിടെ നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് മൂന്നിയൂര് കളിയാട്ടമുക്ക് അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിന് ഹൈലൈറ്റ് മാൾ വരുന്നത് ദാറുലൂത കഴിഞ്ഞിട്ട് ആ പാലം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈലൈറ്റ് മാൾ. അപ്പോൾ അവിടെ വരെ ആ ഡ്രോൺ വീഡിയോ കൂടെ ഇങ്ങനെ കണ്ടോക്കട്ടാ. നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്നിട്ട് മാനിയപ്പാടം, അതുപോലെ തന്നെ ദാറുലൂതൻ്റെ ആ ബിൽഡിങ്ങുകൾ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുഴയോരത്തുള്ള മരങ്ങളും പാലം, അതിനോട് തൊട്ടരികിലായിട്ട് തന്നെ ഹൈലൈറ്റ് മാളും, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി വൈബുള്ള ഒരു കിടലം മനോഹരമായി പണി പൂർത്തീകരിച്ച ഹൈലൈറ്റ് മാളിൻ്റെ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചമ്മാട് ടൗൺ കഴിഞ്ഞു കോഴിക്കോട് റോഡിന് ഇങ്ങനെ വരുമ്പോൾ ഫൈവ്സ് ഫുട്ബോൾ മത്സരം നടന്ന സ്റ്റേഡിയമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പ് കാണാം. അതിനൊക്കെ റൈറ്റ് സൈഡിൽ ബൈക്കിൻ്റെയും അതുപോലെ മറ്റു വാഹനങ്ങളുടെയും വർക്ക് ഷോപ്പ്. ചമ്മാട് ജംഗ്ഷനിൽ നിന്ന് കോഴിക്കോട് റോഡിന് ഈ ഭാഗത്ത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽസ് ആയാലും അതുപോലെ തന്നെ ഫർണിച്ചർ ആയാലും മൈജി പോലുള്ള, അങ്ങനെ ആദ്യം നിന്നിരുന്ന ആ ബസ് സ്റ്റാൻഡ് ഒക്കെ ഏരിയ കൂടെയൊക്കെ നമ്മൾ കടന്ന് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടോ. ഇനി ദാറുലൂതൻ്റെ അങ്ങോട്ട് നോക്കി, ദാറുലൂതൻ്റെ ആ ഒരു ബിൽഡിങ് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അത് എത്തുന്നതിന് മുമ്പായിട്ടുള്ള പെട്രോൾ പമ്പ്, വീണ്ടും 2 പമ്പ് ഈ ഏരിയയിലുണ്ട് കേട്ടോ. നമ്മുടെ മാനിയപ്പാടം ആ ഏരിയ, ഈ വളവ്, ചെറിയൊരു വളവും തിരുവൊക്കെ ആയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പിന്നീട് ദാറുലൂത കഴിയുന്നതോടെയാണ് വീണ്ടും പാലം വരുന്നത്. പാലം എത്തുന്ന മുമ്പായിട്ട് ഈ റോഡിൻ്റെ ഒരു കാഴ്ച കടന്നു പോകുന്നവർക്ക് അറിയാം. മൂന്നൂര് ഭാഗത്തേക്ക് റോഡിൻ്റെ 2 വശവും മരങ്ങൾ കൊണ്ടിങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോൺ വഴി കടന്നു പോകുമ്പോൾ ഈ ദാറുലൂത കഴിഞ്ഞ ഉടനെ ഭാഗത്ത് നമുക്ക് എന്താ പറയുക, റോഡ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ നല്ലൊരു അടിപൊളി മസ്ജിദ്. അത് കഴിഞ്ഞാൽ നമ്മളെ റൈറ്റ് സൈഡ് ഭാഗം ഹൈലൈറ്റ് മാളിൻ്റെ കുറഞ്ഞ ഭാഗം കാണാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല സൂപ്പർ കാഴ്ച കേട്ടോ. അങ്ങോട്ടേക്ക് പുഴയോര തീരുവശവും മരങ്ങൾ കൊണ്ടും അതിൻ്റെ പാലവും പുഴയും അതിനോട് ചാരിയിട്ടുള്ള ഹൈലൈറ്റ് മാളിൻ്റെ ആ ബിൽഡിങ്ങും, അങ്ങനെ സൂപ്പർ കാഴ്ചയാണ്, ആകാശക്കാഴ്ചകൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ ഹൈലൈറ്റ് മാളിൻ്റെ ചുറ്റിലും എത്രത്തോളം വീതി വിസ്താരത്തിലാണ് ഹൈലൈറ്റ് മാൾ പണികൾ പൂർത്തീകരിച്ചത്. മാത്രമല്ല, നമ്മൾ കാണാത്ത ഒരുപക്ഷെ മലപ്പുറം ജില്ല ഒരുപക്ഷെ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും ഇതുപോലെ ഹൈലൈറ്റ് മാളിൻ്റെ മുൻവശത്ത് കാണാം വാഹന പാർക്കിങ്ങിന് ലിഫ്റ്റ് സംവിധാനത്തിലൂടെ വാഹന പാർക്കിംഗ് സൗകര്യപ്പെടുത്തിയുള്ളത് 3 സെക്ഷനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ കാറുകൾ 4 വീൽ വാഹനം കയറ്റും, അതിങ്ങനെ ഉയർത്തി വീണ്ടും അങ്ങനെ 10-12ഓളം 4 വീൽ വാഹനം ഇപ്പോൾ ആ ഒരു ലിഫ്റ്റിലൂടെ പാർക്കിംഗ് ചെയ്തതായിട്ടുള്ള ഒരു കാഴ്ച കാണാം. തൊട്ടടുത്ത് അതിൻ്റെ വർക്കുകളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂപ്പർ വീണ്ടും ഒരു കാഴ്ച ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ പാലവും പുഴയോരവും ഹൈലൈറ്റ് മാളും എല്ലാം കൊണ്ടും ഭംഗിയോടെ ഞാനാണ് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ചുറ്റിലും ഡ്രോൺ അല്ലാതെ അടുത്തൊരു വീഡിയോ ഞങ്ങളെ കാണിച്ചു കേട്ടോ. അപ്പോൾ മറ്റേ അതിൻ്റെ വർക്ക് നടക്കുന്നതൊക്കെ കാണാം ലിഫ്റ്റിൻ്റെ. അതുപോലെ ഉള്ളിൽ എത്രത്തോളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് എല്ലാം കാണാം. ആളുകളൊക്കെ പല ഭാഗത്തുനിന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വന്ന് അത് കാണുന്ന കാഴ്ചക്കാരായി അത് കണ്ടു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ അകത്തേക്ക് പ്രവേശനമില്ല. അവിടെ ഇപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ഷനിലായിട്ട് അതിൻ്റെ വർക്കുകൾ അതിൻ്റെ അകത്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകൾക്ക് അതിലേക്ക് പ്രവേശനമില്ല. കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്ന് വന്ന് കാണാൻ വരുന്ന കാഴ്ചയും നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടാണ്. ഓക്കെ, ആ ലിഫ്റ്റിൽ കാറ് ഒരു 10-12ഓളം സ്റ്റെപ്പിൽ ഉയർത്തി നിൽക്കുന്ന, പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പറാട്ടോ. ഇത് നമ്മൾ അപൂർവമാണ് നമ്മുടെ ഈ കാണപ്പെടൽ. അപ്പോൾ ചമ്മാട്ടങ്ങാടിയിൽ വാഹന പാർക്കിംഗ് സൗകര്യപ്പെടുത്തിയത് ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ
ചെമ്മാട് ഹൈലൈറ്റ് മാളിൽ വാഹന പാർക്കിംഗ് സൗകര്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇനി നമ്മുടെ എന്താ പറയുക, ഇതിങ്ങനെ അതിൻ്റെ വർക്ക് നടക്കട്ടെ. ആ ഒരു ഏരിയയിൽ ഇപ്പോൾ കാറ് താഴെ കാണാം, അത് സെറ്റ് ചെയ്യും, അതിനെ ലിഫ്റ്റിൽ കയറ്റും, വീണ്ടും ഉയർത്തും, അങ്ങനെ അതിൻ്റെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ താഴെ ഡ്രോൺ അല്ലാതെ എടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒന്നും കൂടി വ്യൂവിൽ ഒരു ലോങ് വീഡിയോ ഡ്രോണിലൂടെ കുറേ ബാക്കിലേക്കുള്ള ആ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് പറഞ്ഞതുപോലെ താഴെ നിന്നുള്ള ആ കാഴ്ച കാണാം. നോക്കി, ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. താഴ് ഭാഗത്തുണ്ട്. ഇതിൻ്റെ മുൻവശമൊക്കെ നോക്കി, അത്യാവശ്യം വലിയ ഒരു മാൾ തന്നെയാണ്. നമ്മുടെ ചെമ്മാട് കോഴിക്കോട് റോഡിന് പാലം കഴിഞ്ഞ് ഇവിടെ പണിതിട്ടുള്ളത്. നമുക്കറിയാം കോഴിക്കോട് അതുപോലെ തന്നെ പല ഹൈലൈറ്റ് മാളിലും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ 2 ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ നമ്മുടെ പ്രദേശത്ത് ഹൈലൈറ്റ് മാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഡ്രോൺ അല്ലാതെയും മറ്റുമൊക്കെ. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ഉദ്ഘാടനത്തോട് മുന്നോടിയുള്ള ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ഹൈലൈറ്റ് മാൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ഡ്രോണിലേക്ക്. ഇനിയാണ് ഇതിൻ്റെ ചുറ്റിലും ഞാൻ നിങ്ങളെ കാണിക്കുക. എത്രത്തോളം വീതി വിസ്താരം, എത്രത്തോളം ഇതിൻ്റെ ആയാസം, വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഏരിയ ഒക്കെ നമുക്ക് ഡ്രോൺ വഴി കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കി, ഈ ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. അങ്ങനെ ഒന്ന് റൗണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മുൻവശവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചമ്മാട്ടങ്ങാടിലും ഹൈലൈറ്റ് മാൾ വരുന്നു. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ നാളെ ജനസാഗരമായിരിക്കും. പാലം അതിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്രത്തോളം സൗകര്യമുണ്ട്, വാഹനത്തിനുള്ള വാഹന കടന്നു പോകാനുള്ള സൗകര്യക്കുറവായിരിക്കും. ഇനി ഏതെങ്കിലും റോഡൊക്കെ വീതി കൂട്ടി ഉഷാറായിട്ട് വീണ്ടും ആളുകൾക്ക് സുഖകരമായി കടന്നു പോകുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ റെഡിയാക്കിയാൽ വളരെ ഉപകാരപ്രദമാകും. അങ്ങനെ ഏതല്ല ഹൈലൈറ്റ് മാളിൻ്റെ ചുറ്റിലും കറങ്ങി നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിയിട്ടോ. ഈ ഒരു ഏരിയയിൽ പാർക്കിംഗ് സൗകര്യമാണെന്ന് തോന്നുന്നു. നമുക്ക് ഡ്രോണെ വല്ല ക്ലിയർ കാണാൻ പറ്റുന്നില്ല. അവിടെ ആ ഒരു ഏരിയ കാണുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പുഴയോരൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഏതായാലും ഹൈലൈറ്റ് മാളിൻ്റെ ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ഡ്രോൺ പറത്തിയ സ്ഥലത്തേക്ക് പോകട്ടോ. നമ്മൾ ഡ്രോണിൻ്റെ സ്റ്റാർട്ടിങ് ചമ്മാട് ഭാഗത്ത് നിന്ന് ഏതായാലും ദാറുലുദൻ്റെ ഈ ഒരു ഭാഗത്ത് വീഡിയോ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ ഈ ഒരു വീഡിയോ ചമ്മാടിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഞങ്ങളെ കുറേ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഏരിയകളാണ്, നിങ്ങളെ വീടൊക്കെ നിൽക്കുന്ന ഏരിയയൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള റോഡും മറ്റ് പ്രാദേശികമായിട്ടുള്ള മാള് പോലുള്ള അങ്ങനെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എനേബിൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും അത് സെറ്റായി കളി, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റീസ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.